എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ഒടുവിൽ 2022 മുതൽക്ക് ഫെഡറൽ റിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോണിറ്ററി കോൺട്രാക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് വരുന്ന മാസങ്ങളിൽ നിർത്തലാക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ റേറ്റ് ഒന്ന് കുറച്ചു എന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് ഇന്നലെ FOMC മീറ്റിങ്ങിൽ നിന്നും വന്നിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ്. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും വളരെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തതും വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോയതും. സോ ഇന്നലെ നടന്ന FOMC മീറ്റിങ്ങിൻ്റെ ഔട്ട്കം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. 4.25% മുതൽക്ക് 4.5% വരെ തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അസറ്റ് പർച്ചേസ് സ്കീം, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്, ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ അവർ കണ്ടിന്യൂ ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിൻ്റെ റേറ്റ് അത് വളരെ വലിയ രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $60 ബില്യൺ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി അടുത്ത മാസം മുതൽക്ക്, ഈ മാസം മുതൽക്ക് $40 ബില്യൺ റിഡക്ഷനാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ എല്ലാ മാസവും $60 ബില്യൺ വർത്ത് ഓഫ് ട്രഷറീസും കാര്യങ്ങളും എല്ലാം അത്രയും ഈക്വലൻ്റ് ഓഫ് എമൗണ്ട് ഓഫ് മണി മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി മുതൽക്ക് $40 ബില്യൺ, അതായത് ഒരു $20 ബില്യൺ റിഡക്ഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിൽ നമ്മൾ എപ്പോഴും മെയിനായിട്ട് നോക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ട്രഷറി ബോണ്ടുകളാണ്. കാരണം ട്രഷറി ബോണ്ടുകളാണ് ഇപ്പോൾ ഫെഡിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു മെച്യൂരിറ്റി ഉള്ളത് ട്രഷറി ബോണ്ടുകളാണ്. അപ്പോൾ ട്രഷറി ബോണ്ടുകൾ ഇപ്പോൾ നിലവിൽ അവർ മെച്യൂർ ആവുന്നത് $25 ബില്യൺ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്പ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് $25 ബില്യൺ ആണ് എന്നുണ്ടെങ്കിൽ അത് $5 ബില്യൺ ലോട്ടാക്കി കുറച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു $20 ബില്യൺ റിഡക്ഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് ഉള്ള ഒരു ന്യൂസ്. ഇപ്പോൾ MBSൻ്റെ കാര്യത്തിൽ, മോർഗേജ് ബാക്ക് സെക്യൂരിറ്റീസിൻ്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് 2019 ഇതേപോലെ തന്നെയാണ്, വലിയൊരു മാറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ട്രഷറീസിൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $25 ബില്യൺ നിന്ന് $5 ബില്യൺ ആക്കി കുറച്ചിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് ഇല്ലാതായി എന്ന് വേണമെന്നുണ്ടെങ്കിൽ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് ഇനി വരുന്ന മാസങ്ങളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ ബാധിക്കാൻ പോകുന്നത്, എത്രമാത്രം വലിയൊരു ന്യൂസാണ് ഇത്. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് എത്രമാത്രം വലിയ രീതിയിലാണ് മാർക്കറ്റിന് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി വരുന്ന മാസങ്ങളിൽ ഇത് എങ്ങനെ ബാധിക്കും, എന്താണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണ്, ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, സോ വരുന്ന 6 മാസം എന്താണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ? അടുത്തൊരു 6 മാസം 2 ക്വാർട്ടർ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അറ്റ്ലീസ്റ്റ് ഒരു സ്ലോ പേസിലെങ്കിലും മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ലിക്വിഡിറ്റി പരമായിട്ടുള്ള പല കാര്യങ്ങളും ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്തൊരു 6 മാസം മാർക്കറ്റ് 0.5% റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു FOMC മീറ്റിങ്ങോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഗ്ലോബൽ M2 മണി സപ്ലൈ കൂടുന്നുണ്ട്. അപ്പോൾ ലിക്വിഡിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് ട്രംപിൻ്റെ ക്രിപ്റ്റോ കറൻസി പോളിസി കാര്യങ്ങൾ എല്ലാം എക്സിക്യൂട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ടൈം പീരീഡും ഈ ഒരു അടുത്തൊരു 6 മാസം തന്നെയാണ്. ഇപ്പോൾ ട്രംപിൻ്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഡെഡ് ലൈൻ, ഈ ഒരു പോളിസി കാര്യങ്ങൾ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഫൈനൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂലൈ ആണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഗ്രാജുവലി മുകളിലോട്ട് പോവുകയും അത് കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു $150,000 മുതൽക്ക് ഒരു $220,000 എന്നുള്ള ഈ ഒരു റേഞ്ചിനകത്തോട്ട് എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ആ ഒരു റേഞ്ചിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതിപ്പോൾ മൈക്രോ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള മൈനിങ് സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിലും ആൾട്ട് കോയിൻസ് ആണ് എന്നുണ്ടെങ്കിലും MSTU MSTX പോലുള്ള റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. സോ അതേ ഒരു സ്ട്രാറ്റജിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതുതന്നെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷനും. ഓക്കെ, അപ്പോൾ ഈ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ ഈ ഒരു റേഞ്ചിലോട്ട് എത്തുകയും അതിനുശേഷം ഒരു താഴ്ചയിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ അടുത്തൊരു 6 മാസം മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 0.5% റേറ്റ് കട്ടാണ് എന്നുണ്ടെങ്കിലും
മാർക്കറ്റിന് ആക്ച്വലി 0.5% റേറ്റ് കട്ട് സഫീഷ്യൻ്റ് അല്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതായത് ഇപ്പം നിലവിലുള്ള 4.25% ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നും 0.5% റെഡ്യൂസ് ചെയ്താലും 3.75%ലോട്ടാണ് എത്തുന്നുള്ളൂ. അത് നമ്മൾ ഹിസ്റ്റോറിക്കലി ഉള്ള 2019 ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുന്നത് അതായത് ഈ ഒരു ടൈം പീരീഡിൽ, അതായത് ബിറ്റ്കോയിൻ ഈ ഒരു 6 മാസം വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട് അല്ലേ. അതായത് 2017 മുതൽക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫെഡറൽ റിസർവ് അത് നിർത്തലാക്കുന്നത് ആക്ച്വലി മെയ്യിലാണ്. ഓക്കെ, മെയ്യിലല്ല, 31 ജൂലൈയിലാണ് കംപ്ലീറ്റ്ലി ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നിർത്തലാക്കുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം അടുത്ത 3 ക്വാർട്ടർ 3 FOMC മീറ്റിങ്ങിൽ റേറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. 0.25%, 0.25%, അങ്ങനെ 0.75% റേറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 1.5% ആണ്. അതിൻ്റെ ഡബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് ഈ മാസം അടുത്തൊരു 6 മാസം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന 0.5% റേറ്റ് കട്ട് നടന്നാലും 2019 ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇരട്ടി ഇൻട്രസ്റ്റ് റേറ്റാണ് ഇപ്പോഴും നിലവിലുള്ളത്. അത് എക്കണോമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ അത്തരത്തിലുള്ളൊരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരു എൻവയോൺമെൻറ്റിൽ എന്തായാലും US എക്കണോമി ഒരു റിസഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്ഫ്ലേഷനിലോട്ടോ ഒക്കെ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴാണെന്നുണ്ടെങ്കിലും, അതായത് ഫെഡറൽ റിസർവിൻ്റെ ഹിസ്റ്റോറിക്കലി ഉള്ള ഡേറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിസർവ് എപ്പോഴും ഒരു ക്രൈസിസ് വന്നതിന് ശേഷം മാത്രമാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2008 ഒരു ക്രൈസിസ് വന്നിട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം QE2 ആണെന്നുണ്ടെങ്കിലും QE3 ആണെന്നുണ്ടെങ്കിലും QE4 കോവിഡ് വന്നതിന് ശേഷമാണ് വളരെ വലിയ രീതിയിൽ അവർ മണി പ്രിൻറ്റിങ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രൈസിസ് വരാതെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നിർത്തലാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിലോട്ട് കടക്കണം എന്നില്ല. ഒരു ക്രൈസിസ് വന്നാൽ മാത്രമാണ് അതൊരു എമർജൻസി ഇൻ്റർവെൻഷനാണ്. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു എമർജൻസി ടൂളാണ് ഫെഡിൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു എമർജൻസി ടൂള് ഫെഡ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു 6 മാസം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ക്രിപ്റ്റോ പോളിസി കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഈ ഒരു മൈനറായിട്ടുള്ള ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷനും കാര്യങ്ങളിലൊക്കെ ബേസ് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയും അതിനുശേഷം വലിയ രീതിയിൽ എക്കണോമി ഈ ഒരു റിസഷനിലോട്ടൊക്കെ പോവുകയും ബിറ്റ്കോയിൻ താഴോട്ട് വരികയും അതിനുശേഷം ഒരു ക്രൈസിസ് വന്നതിന് ശേഷം ബിറ്റ്കോയിൻ ഇപ്പോൾ ഫെഡ് 2020 എങ്ങനെയാണോ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം വലിയ രീതിയിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും മറ്റുള്ള എല്ലാ റിസ്കി ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം 2021 എങ്ങനെയാണോ മുകളിലോട്ട് പോയത് അതേപോലെ മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലവിലെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നിർത്തലാക്കുന്നു, വൈകാതെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാം മുകളിലോട്ട് പോകുന്നു, ആൾട്ട് കോയിൻസും സ്റ്റോക്ക് മാർക്കറ്റും ബിറ്റ്കോയിനും എല്ലാം ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോകുന്നു, എന്നിട്ട് ഇത് താഴോട്ട് വരും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. QE സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഫെഡറൽ റിസർവ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്ന് എല്ലാം തകർന്ന് താഴോട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഫെഡറൽ റിസർവ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്രൈസിസ് വരും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2019 എങ്ങനെയാണോ ഈ ഒരു ബിറ്റ്കോയിൻ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണോ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങും കാര്യങ്ങളും അതിനൊക്കെ ബേസ് ചെയ്തിട്ട് റിയാക്ട് ചെയ്തത്, അതേപോലെ ഈ ഒരു സൈക്കിളിലും ഈ ഒരു ഫെഡിൻ്റെ ലിക്വിഡിറ്റി കാര്യങ്ങളിലൊക്കെ ബേസ് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയും ഇനി വരുന്ന സൈക്കിളുകളിലെല്ലാം ഈ ഒരു ലിക്വിഡിറ്റി സൈക്കിളിനെ ബേസ് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ എങ്ങനെയാണോ ലിക്വിഡിറ്റിനെ ബേസ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നതും താഴോട്ട് വരുന്നതും അതേ ഒരു സൈക്കിൾ ഫോളോ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ 2019 ഇതേപോലെ തന്നെയാണ് അടുത്തൊരു ഏകദേശം ഈ ഒരു മാർച്ച് ഇതേ ടൈം പീരീഡിൽ തന്നെയാണ് ഫെഡറൽ റിസർവ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നിർത്തലാക്കും എന്നുള്ളൊരു സിഗ്നൽ വരുന്നതും അതിനുശേഷം മെയ്യിലത്തെ പോളിസിയിലാണ് അവർ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് സ്ലോ ആക്കി എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വരുന്നതും അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പോളിസിയിൽ തന്നെ അവർ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുന്നുണ്ട്. ഓക്കെ, അതായത് ട്രഷറി ബോണ്ടുകൾ മെച്യൂർ ആവുന്നത് കംപ്ലീറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു
ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് അബാൻഡൻ ചെയ്യുന്നത് 31 ജൂലൈയോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതേ ഒരു ടൈം പീരീഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാർച്ച് 20 ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് സ്ലോ ആക്കാൻ പോകുന്നു എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. അതിനുശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഗ്രാജ്വലി മുകളിലോട്ട് പോകുന്നുണ്ട്. അതായത് സ്ലോ ആക്കുന്നത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മുതൽക്കാണ്. അതും മെയ് മാസം മുതൽക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട്. ഏകദേശം ഒരു ജൂൺ മാസം ആകുമ്പോഴേക്കൊക്കെ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആ ഒരു പീക്ക് ലെവലിലോട്ട് $13,800 എത്തുന്നുണ്ട്. അതിനുശേഷം അൾട്ടിമേറ്റ്ലി ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുന്നത് ജൂലൈ 31 ആ ഒരു ടൈം പീരീഡ് എത്തുമ്പോഴേക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ള ഈ ഒരു ടൈം പീരീഡിൽ ഫെഡറൽ റിസർവ് 0.25% 3 തവണ റേറ്റ് കട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ പീരീഡിലെല്ലാം ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ഒരു ഫോർവേഡ് ലുക്കിംഗ് ആണ്. അതായത് ഭാവിയിൽ റേറ്റ് കട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പായാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അതിൻ്റെ മുന്നേ തന്നെ റിയാക്ട് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒക്ടോബർ മാസവും റേറ്റ് കട്ട് ഉണ്ട്, സെപ്റ്റംബർ മാസം റേറ്റ് കട്ട് ഉണ്ട്, ജൂലൈ മാസം റേറ്റ് കട്ട് ഉണ്ട്. സോ ടോട്ടൽ 0.75% റേറ്റ് കട്ട് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മുന്നേ തന്നെ ബിറ്റ്കോയിൻ ഓൾറെഡി ഒരു ജൂണിൽ തന്നെ ആ ഒരു പീക്ക് ലെവലിലോട്ട് എത്തി. അതിനുശേഷം ബിറ്റ്കോയിൻ താഴോട്ട് പോവുകയും ബിറ്റ്കോയിൻ വീണ്ടും വലിയ രീതിയിൽ താഴോട്ട് പോവുകയാണ് ചെയ്തത് അല്ലേ. പിന്നെ വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നത് മാർച്ച് താഴോട്ട് വരുന്നത് ഈ ഒരു കൊറോണ വന്നതിന് ശേഷം. പിന്നെ വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നത് വലിയ രീതിയിലുള്ളൊരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഫെഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈം ഫ്രെയിം കൂടുതലും 2019 ഈ ഒരു ലിക്വിഡിറ്റി സൈക്കിളിൻ്റെ അതേപോലെ ബിഹേവ് ചെയ്യും എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ക്രിപ്റ്റോ പോളിസിയുടെ ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതേ ഒരു ടൈം ലൈനുമായിട്ട് അലൈനായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ അടുത്തൊരു 6 മാസം ഈ ഒരു ഫെഡറൽ റിസർവ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഒരു 0.5% കട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു 6 മാസം ബിറ്റ്കോയിൻ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതേ ഒരു ടൈം ഫ്രെയിമിലോട്ടായിരിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ടോപ്പിലോട്ട് എത്താനുള്ള എല്ലാ സാധ്യതയും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈയിലാണ് ബിറ്റ്കോയിൻ്റെ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞിട്ടുള്ള ഡെഡ് ലൈന് നമുക്ക് മുന്നിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പീരീഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മാസമാണ് ഏകദേശം ഒരു 130 days ആണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നിർത്തലാക്കിയിട്ട് ഈ ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആ ഒരു ടോപ്പ് പ്രൈസിലോട്ട് എത്തിയിട്ട് ഒരു ഷോർട്ട് ടേം ടോപ്പിലോട്ട് എത്തിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഒരു മാർച്ച് 20 അനൗൺസ്മെൻറ്റിൽ നിന്നും ഈ ഒരു ഹൈ പ്രൈസിലോട്ട് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയിട്ടുള്ള ഈ ഒരു പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 132 days ആണ് അല്ല. അപ്പോൾ ഇതേ ഒരു ടൈം പീരീഡ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുക. ഓക്കെ, അതായത് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഒരു 2 മാസം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഈ ഒരു കറൻറ്റ് പീരീഡിൽ നിന്ന് അടുത്തൊരു 132 days നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം ഒരു ജൂലൈ എൻഡോട് കൂടിയിട്ട് ഒക്കെയാണ് ഈ ഒരു ഡേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ടോപ്പ് ലെവലിലോട്ട് എത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫെഡറൽ റിസർവിൻ്റെ ബാലൻസ് ഷീറ്റും ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ ഈ ഒരു മുകളിലുള്ള ഈ ഒരു ബ്ലൂ കളറിലുള്ളത് ഫെഡറൽ റിസർവിൻ്റെ ബാലൻസ് ഷീറ്റാണ്. ഇത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടൈറ്റനിങ് ആണ്, മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ ഈ ഒരു പീരീഡിലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആവുന്നതും അതിനുശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസും S&P ആണെന്നുണ്ടെങ്കിലും താഴോട്ട് വരുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ കൊറോണ ക്രൈസിസ് വരുന്നുണ്ട്. ഈ ഒരു ക്രൈസിസിന് ശേഷമാണ് ഫെഡറൽ റിസർവ് വളരെ വലിയ രീതിയിൽ ഈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിനുശേഷമാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസും S&P 500 എല്ലാം ഷാർപ്പായിട്ട് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ സിമ്പിളായിട്ടുള്ള സമ്മറി എന്ന് പറയുന്നത് അടുത്തൊരു 6 മാസം വളരെ ക്രൂഷ്യലാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിങ് കട്ടിങ്ങും കാര്യങ്ങളും ലിക്വിഡിറ്റി കാര്യങ്ങൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ക്രിപ്റ്റോ പോളിസി കാര്യങ്ങൾ, ബിറ്റ്കോയിൻ റിസർവ് കാര്യങ്ങൾ ഇതൊക്കെ നിലവിൽ വരാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്ലാരിറ്റി ഈ ഒരു 6 മാസം വരികയും അതിനോടൊപ്പം ബിറ്റ്കോയിൻ്റെ ഈ ഒരു 6 മാസം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും അതിനുശേഷം വളരെ വലിയ രീതിയിൽ താഴോട്ട് വരികയും വീണ്ടും വലിയൊരു ബുൾ മാർക്കറ്റിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള എക്സ്പെക്റ്റേഷൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് മേ ബി
ചിലപ്പോൾ ഇത് ഒരിക്കലും ചിലപ്പോൾ നടക്കാൻ സാധ്യത ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ പറഞ്ഞ ഡേറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടൈം ഫ്രെയിം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാനുള്ള സാധ്യത കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇപ്പോൾ മേജറായിട്ടുള്ള വല്ല അനൗൺസ്മെൻറ്റോ കാര്യങ്ങളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിന് അത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ള ഡേറ്റ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഉള്ള ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ്, അതേപോലെ തന്നെ ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഈ ഒരു അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.